അങ്ങനെ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്, ഒരുമാതിരിപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇഞ്ചിക്കറി. അങ്ങനെ ഇഞ്ചിക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. ചട്ടി വെച്ചു, ചട്ടി ചൂടാവുന്നു. നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചി ഇച്ചിരി പൊട്ടിഞ്ചിയായിപ്പോയി. വെള്ളം ഉള്ള ഇഞ്ചിയാണ്, ആരെന്ന് പറഞ്ഞതില്ല. അതുകൊണ്ട് ഇത്രയും വഴറ്റിയാൽ ശരി, വഴറ്റിക്ക് വരുമ്പോൾ ഒരു ശകലവേ കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നുള്ളതാവട്ടെ, ജോലി അങ്ങ് ഒതുങ്ങുമല്ലോ എന്ന് വിചാരിച്ച് ഇഞ്ചി അങ്ങ് വെക്കുക. അപ്പം നമ്മുടെ എണ്ണ ചൂടായി. അതിലേക്ക് ഞാൻ ഈ ഇഞ്ചി അരിഞ്ഞു വെച്ചത് അങ്ങോട്ടിടുന്നു. ഇഞ്ചി നന്നായിട്ട് മൂപ്പിച്ച് ഏത്തക്കയൊക്കെ വറുക്കുന്ന പോലെ നമ്മൾ വറുത്ത് കോരി എടുക്കണം. അപ്പം പിന്നെ അത് മിക്സിയിൽ പൊടിച്ച് നല്ല ഒരു ഇഞ്ചിക്കറി. എല്ലാവരും ഇഞ്ചിയൊക്കെ വെച്ച് കാണുമല്ലോ ഓണത്തിന്, ഇല്ലയോ? അതോ നാളെ മറ്റേന്നാളൊക്കെ വെക്കുന്നുള്ളൂ? അപ്പം നമ്മൾ ഇഞ്ചിയൊന്ന് നന്നായിട്ട് വറുത്ത് കോരുന്നു എണ്ണയിൽ. ഇതിവിടെ കിടന്ന് അങ്ങനെ മൂത്ത് വരട്ടെ, ഇളക്കി ഞാൻ മൂപ്പിക്കട്ടെ. അങ്ങനെ ഇഞ്ചി നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളം അത്രയും ഇഞ്ചി ഇട്ടിട്ട് നമുക്ക് ഇത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കണ്ടോ? അങ്ങനെ ഇഞ്ചി മൂത്ത് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് മസാല ഇതിനകത്തോട്ട് ഇടാം. മസാല ഇടുകയെന്ന് വെച്ചാൽ അതിന് വേണ്ടുന്ന മസാലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി, ഒരു ലേശം മല്ലിപ്പൊടി, ലേശം ഉലുവാപ്പൊടി, ഇത്രയും കൂടെ നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് ഇഞ്ചിക്കകത്തങ്ങ് മിക്സ് ചെയ്യും. ഈ പാചകം പല ദേശത്ത് പല തരത്തിലാണ്. ചിലർ മല്ലിപ്പൊടി ഇടത്തില്ല. ഞങ്ങൾ തന്നെ ഇവിടെ മല്ലിപ്പൊടി ഇടാതെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കാരണം മല്ലിപ്പൊടി ഇടാത്തതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നാൽ ഇതിന് വളിപ്പോ കേടോ ഒക്കെ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മല്ലിപ്പൊടി നമ്മൾ ഇടാത്തത്. ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് ഇവിടെയൊക്കെ പിള്ളേർക്ക് ഇഷ്ടമാണ്, എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമാണ് ഈ ഇഞ്ചിയും ഒക്കെ. അപ്പം ഇവിടെ ഇതിപ്പോൾ പെട്ടെന്നങ്ങ് തീരും. അതുകൊണ്ട് അപ്പം ആ ഇഞ്ചി, ആ വറുത്തിഞ്ചി, ആ മസാലയും ഗ്യാസ് സ്ലോയിലാണേ. അപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി. ഇനി ഇതൊന്ന് ആറിക്കഴിയുമ്പം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റും. അപ്പം മസാലയും ഇഞ്ചിയും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സായി എല്ലാം ശരിയായിരിക്കും. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് തണുത്തു. ഇത് ആറിയതിന് ശേഷം മിക്സിയിലൊന്ന് അരയ്ക്കാവൂ. മിക്സിയിൽ അരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര കണ്ടങ്ങ് അരയ്ക്കുമല്ല, തീയലിനൊന്നും നമ്മൾ നിറച്ചരയ്ക്കുന്ന പോലെ. ഇതൊന്ന് പൊടിച്ചു മാറ്റുകയേ ആകാവൂ മിക്സിയിൽ. അപ്പം ഞാനത് മിക്സിയിലൊന്ന് പൊടിച്ചു മാറ്റിക്കൊണ്ടുവരാം. വളരെ ശ്രദ്ധിക്കണം, ഒരുപാടങ്ങ് അരയത്തില്ല. ഒരു കരികരിപ്പനൊക്കെ വേണം നമ്മൾ ഇഞ്ചിക്കറിയെ തൊടുമ്പോൾ. അങ്ങനെ അപ്പം ഈ ഒരു ഇഞ്ചി പൊടിച്ചെടുത്തതിൻ്റെ പരുവം കണ്ടോ? ഈ ഒരു കരികരിപ്പ് വേണം, കണ്ടോ? ഒരുപാടങ്ങ് നന്നായിട്ട് കുഴമ്പ് പോലൊന്നും പൊടിക്കണ്ട. ഇങ്ങനൊരു തരിയൊക്കെ വേണം. ഈ തരി ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുന്നു. ഇനി ഞാൻ ഇതിലേക്ക് പുളി ഞെരടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പുളിവെള്ളമായി ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചിയിലേക്ക് ഈ പുളിവെള്ളം ചേർക്കുന്നു. അതിനുശേഷം അതിലേക്ക് ലേശം ഉപ്പിടുന്നു. ഉപ്പിട്ടതിന് ശേഷം നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടണം. ഇനി ഇതിന് ഒരു ശകലം ശർക്കരയും കൂടി ഇട്ട് നമ്മൾ വേണുന്ന പരുവത്തിന് കടുക് വറുത്ത് എടുക്കണം. വേണുന്ന പരുവത്തിന് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് ശർക്കര, പഞ്ചസാര പിന്നെ ആരും ഇടത്തില്ലല്ലോ, ഇപ്പം ശർക്കരയല്ലേ ഇടുന്നത്. ഇപ്പം ഞാൻ രണ്ട് ഈ പരുവത്തിലാണ്. ഒരു ശകലം വെള്ളം കൂടെ ചേർക്കും, കാരണം ഇതിരിക്കുമ്പോൾ കുറുകും. കാരണം ശർക്കരയും പുളിയും കൂടെ ചേരുമ്പോൾ ഉണ്ടല്ലോ ഒന്നുകൂടെ കുറുകും. ഇത് ഒരുപാടങ്ങ് ഇപ്പം കുറുകിയതാണ്, ഇനിയും കുറുകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേശം വെള്ളം കൂടി ഒഴിക്കും. തിളപ്പിച്ചാറിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഞാൻ തിളപ്പിച്ചാറിച്ച ഒരു ശകലം വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നു. ഒഴിച്ചതിന് ശേഷം ലേശം ചക്കര ചേർക്കുന്നു, മധുരത്തിനും വേണ്ടി. ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരു മധുരമാണല്ലോ, അത് ഇതിനകത്ത് അലിഞ്ഞ് ചേർന്നോളും. കടുക് വറുക്കുമ്പോൾ നമ്മളെ ചൂട് കൊണ്ട് അലിഞ്ഞ് ചേർന്നോളും. അങ്ങനെ ഞാൻ ചട്ടി വെച്ചു. ചട്ടി ഒന്ന് ചൂടാവുന്നു. എണ്ണ ഒഴിച്ചു. ഇനി കടുക് വറുത്തെടുക്കണം. എണ്ണ ചൂടാവുന്നു. അങ്ങനെ എണ്ണ ചൂടായി, കടുകിടുന്നു. കരിയാപ്പല, മുളക് എല്ലാം ഇടുന്നു. കരിയാപ്പല മൊരിഞ്ഞു. ഇഞ്ചി തയ്യാറാക്കി വെച്ച പുളി ചേർത്ത് ശർക്കര ചേർത്ത് വെച്ച ഇഞ്ചി നമ്മൾ ഇതിലെ കടുക് വറുത്തതിൽ ഒഴിക്കുന്നു. ഇനി നന്നായി ഇതൊന്ന് കുറുക്കിയെടുക്കണം. പുളിയും ശർക്കരയും എല്ലാം കൂടെ ആകുമ്പോൾ നന്നായി അത് ഒന്ന് തിളച്ച് കുറുകി വരണം. കണ്ണാ, ഇഞ്ചി റെഡിയായി. മോന് ഇഷ്ടമില്ലയോ ഇഞ്ചി? ഇഷ്ടമില്ലയോ? എന്നാ മോൻ്റെ കാര്യം ചെയ്യ്, മോനൊന്ന് ഉപ്പ് നോക്കിക്കേ. ചെറുതായിട്ടൊന്ന് പുളിയും മധുരവും ഉപ്പും ഒക്കെ ഒരുപോലെ ഉണ്ടോന്ന് മോനൊന്ന് ഉപ്പ് നോക്കിക്കേ. മോനൊന്ന് ഉപ്പ് നോക്കിക്കേ. മോന് ഇഷ്ടമില്ലയോ ഇഞ്ചി? സൂപ്പറാണോ? സൂപ്പറാണോ?